അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബാക്കിലേക്കൊന്നും നോക്കണ്ട, പറമ്പിൽ പോയി കുത്തിരുന്നിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ അകത്തെല്ലാം കുത്തിരുന്ന കുട്ടികളെ കൂക്കിയും കളിയാണ് കേട്ടോ, വെക്കേഷൻ അല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്, ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള ഒരാളാണ്, യൂട്യൂബറാണ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. നിങ്ങളോടൊരു റിക്വസ്റ്റും കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കുറേ സംശയങ്ങളും ഉണ്ട്, അപ്പം അതും പറഞ്ഞു തരണം എന്നുള്ള ഒരു ഇതിൽ വന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റീൽസിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും, ലൈവിലായി കഴിഞ്ഞാൽ എല്ലാം വന്നു കഴിഞ്ഞാൽ പറയുന്നുണ്ട്, കളിയാക്കിക്കൊണ്ടാണ് കുറേ എണ്ണം പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ സുയിപ്പാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെ അറിയാം. അല്ലെങ്കിൽ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണെങ്കിലും ഞാൻ പറയട്ടെ, ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. എന്താ എന്നല്ലേ, നിങ്ങൾ വളരെ സുന്ദരിയാണ്, നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങളെ ഒന്ന് കിട്ടിയിരുന്ന് വൾഗറായിട്ടുള്ള പല കമൻസും കണ്ടിട്ടുണ്ട്. ഇന്നലെ പിന്നെ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, ഞാൻ ലൈവിൽ പോയ സമയത്ത് ഒരുപാട് സ്ത്രീകൾക്ക് ഏൽക്കേണ്ടി വരുന്ന കാര്യം തന്നെയാണിത്. ഒരു കളി തരുമോ, നിങ്ങളെ കിട്ടാൻ ഞാൻ എന്തു ചെയ്യണം, ഈ വക കമൻസുകൾ ലൈവിലുള്ളത് പോട്ടെ എന്ന് വിചാരിക്കുക, വീഡിയോൻ്റെ താഴെ ഷോർട്സിൻ്റെ താഴെ എല്ലാം വന്നിട്ട് ഇടുമ്പോൾ ഞാനൊരു കുടുംബിനിയാണ്. ഞാനിപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ആദ്യമായിട്ടാണ് പ്രതികരിക്കുന്നത് കേട്ടോ. ഞാനൊരു കുടുംബിനിയാണ്, സന്തോഷത്തോടു കൂടി കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കെൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ അത്രയധികം റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, വളരെയധികം ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ മരണം വരെയും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിടുന്ന കമൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ പാർട്ട്ണറായിട്ടുള്ള എൻ്റെ ഹസ്ബൻഡിന് ഇത് കാണുമ്പോൾ കുറച്ച് വിഷമം തോന്നും കേട്ടോ. പിന്നെ അതിപ്പോൾ നേരെ മറിച്ച് ഞാനാണെങ്കിലും എനിക്കും തോന്നും. കാരണം നമ്മളുടെ സ്വന്തം എന്നുള്ളൊരു രീതിയിലാണല്ലേ ഭാര്യ ഭർത്താക്കന്മാർ. അപ്പം ഇങ്ങനത്തെ കമൻസ് നിങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ എന്തിനാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ, ഇത് ഞാൻ ഏറ്റെടുത്തൊരു ജോബാണ്, എൻ്റെ ഹസ്ബൻഡ് പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ട് തന്നിട്ടുള്ള അതാണ്. എങ്ങനെ നല്ല നിലയിൽ വീഡിയോസ് ചെയ്തോ എന്നുള്ളൊരു അനുവാദം തന്നതിൻ്റെ പ്രകാരമാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അവർക്ക് ഇഷ്ടമുള്ള ഇതിൽ വീഡിയോസ് ചെയ്തോ എന്നും പറഞ്ഞിട്ട് വന്നതാണ്. ഞങ്ങളുടെ കുടുംബജീവിതം നല്ല നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ കാരണം അതില്ലാണ്ടാവരുത്. എനിക്ക് എൻ്റെ ഹസ്ബൻഡ്, മക്കൾ അടങ്ങുന്ന ഒരു കുടുംബജീവിതം, അതാണ് ഞാൻ എന്നും ഇഷ്ടപ്പെടുന്നത് കേട്ടോ. അപ്പം അതിൽ നിങ്ങൾ കുടുംബം കലക്കാനായിട്ട് ഇങ്ങനത്തെ കമൻസ് ഒന്നും കൊണ്ടുവന്ന് ഇടരുത് എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് കേട്ടോ. എനിക്ക് നിങ്ങളോട് ആരോടും ഒരു ദേഷ്യമില്ല, ഒന്നുമില്ല. പക്ഷേ എന്തിൻ്റെ ഇതിലാണ് നിങ്ങൾ ഇങ്ങനെയല്ലോ പറയുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ദയവ് വിചാരിച്ചിട്ട് മാരീഡ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ കണ്ടാൽ എന്താ അറിയില്ല, മാരീഡാണ്, മക്കളുണ്ട് എന്നൊക്കെ കണ്ടാൽ അറിയില്ലേ, അറിഞ്ഞൂടെ. എന്നാലും വന്നിട്ട് സ്വയിപ്പാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് കേട്ടോ. എന്തായി കഴിഞ്ഞാലും ഇനി നിങ്ങളാരും ആ വക കമൻസുമായിട്ടൊന്നും വരരുത് കേട്ടോ. അപ്പം അതങ്ങനെ ഒരു ഭാഗത്ത്, ബാക്കിയുള്ള കുറച്ച് കാര്യം കൂടിയുണ്ട് പറയും. പിന്നെ വരുന്നത്, ഞാൻ ആരിഫ് ഹുസൈൻ്റെ വീഡിയോ റിയാക്ട് ചെയ്തിട്ട് ഇപ്പം ഒരു ഷോർട്സ് ഇട്ട ഇതിൽ ഒരാൾ പറയുന്നുണ്ട്, കമൻ്റ് ഇട്ടതാണ്, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പിന്നെ എല്ലാവരും ഇതിന് കിട്ടാൻ വേണ്ടിയിട്ട്, ഫേമസ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളതെടുത്തിട്ടു. അത് പറയുന്നത് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, നിങ്ങളെ വിശ്വസിച്ച് പോയി, അതിന് ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാനിപ്പോൾ 1-2 വീഡിയോസ് ഇട്ടത് എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയതാണ്. അതിന് ആരിഫ് ഹുസൈൻ്റെ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തു എന്നും വിചാരിച്ചിട്ട് ഞാനൊരു യുക്തിവാദിയോ അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവളോ അല്ല. ഞാനിപ്പോൾ സംഗീതം ആസ്വദിക്കാൻ പറ്റൂലേ, അല്ലെങ്കിൽ സ്ത്രീക്ക് എന്താ സ്വാതന്ത്ര്യം വേണ്ടേ, ഈ വക ക്വസ്റ്റ്യനുമായിട്ടൊക്കെ ഞാൻ വരുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിട്ട് ഇങ്ങനത്തെ കമൻസ് ഒന്നും കൊണ്ടുവന്നിടരുത് കേട്ടോ. നമ്മളിപ്പോൾ അതേപോലെ പ്രണയമാണ്, ആരിഫുമായിട്ട് പ്രണയമാണ്, ക്രഷാണ്, ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ഒരു കുടുംബവുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, നല്ല നിലയിൽ. എൻ്റെ മക്കൾ നിങ്ങൾക്ക് അറിയാം, എൻ്റെ മക്കളെ 3 മക്കളെ നിങ്ങൾക്ക് അറിയാം, എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്.
ഓരധികം മീഡിയൻ്റെ മുമ്പിൽ വരുത്തില്ല എന്നേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളുമായിട്ട് നല്ല യോജിപ്പി തന്നെയാണ്, ഞങ്ങൾ നല്ല സ്നേഹത്തോടെ തന്നെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ വക കമൻസുകൾ അത് ഞങ്ങളെ കുടുംബജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ് കേട്ടോ. നമ്മൾ റിയാക്ട് ചെയ്യും, പിന്നെ നല്ല രീതിയിൽ പറയും എന്നേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഒരാളോട് ക്രഷാണ് മറ്റേ അങ്ങനത്തെ ഇതൊന്നുമില്ല കേട്ടോ. നിങ്ങൾ പറയുമ്പോൾ നമ്മൾ ആകെ തരിച്ചു പോകുന്നതാണ്. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് പറയുന്നതെന്ന് അറിയില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സമ്മതത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ മൂപ്പർ സമ്മതമില്ലാണ്ട് എനിക്കൊരിക്കലും ഇവിടെ നിൽക്കാനും സാധിക്കില്ല കേട്ടോ. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മൂപ്പർ അങ്ങനെ മറ്റേ 6-ാം നൂറ്റാണ്ടിലെ ചിന്താഗതിയായിട്ട് നടക്കുന്ന മനുഷ്യനൊന്നും അല്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യം തന്ന് നമ്മളെ ഇഷ്ടങ്ങൾ നമ്മളെ കഴിവുകൾ എന്താണെങ്കിൽ അത് നല്ല നിലയിൽ പ്രയോജനപ്പെടുത്തിക്കോട്ടെ എന്നുള്ളൊരു സന്മനസ്സുള്ളൊരു പാവ മനുഷ്യനാണ് എൻ്റെ ഹസ്ബൻഡ് കേട്ടോ. അല്ലാണ്ട് നട്ടലില്ലാത്ത ഓനൊന്നുമില്ല, നല്ല അസ്സല് നട്ടലുള്ള ഒരുത്തം തന്നെയാണ് എൻ്റെ ഹസ്ബൻഡ് കേട്ടോ. അപ്പം അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ ഒരാളെ മുമ്പിലും പിന്നെ എന്താ പറയുക തല കുനിക്കാണ്ട് ഇടവരുത്തേണ്ടത് ഞാനാണ്. അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ നിങ്ങൾ അങ്ങനെ ഒന്നും അല്ലാത്ത രീതിയിൽ കാണരുത്. മക്കളവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ തിരക്കാണത്. അപ്പുറത്തെ പറമ്പിൽ നല്ല ക്രിക്കറ്റ് കളിയാണേ. പിന്നെ അതേപോലെ നിങ്ങൾ ഇസ്ലാമിൽ അധികം വിശ്വസിക്കുന്നില്ല, നിങ്ങളെ കുടുംബത്തിൽ ഇസ്ലാമികമായിട്ടുള്ള ഒരു ഇതിൽ അതിപ്പോൾ നമ്മളെ കുടുംബം അറിയുന്നവർക്ക് അറിയാം കേട്ടോ എങ്ങനെ എന്താ എന്നുള്ളതൊക്കെ. നമ്മൾ ഓരോന്ന് മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇപ്പം സ്ത്രീകളെ അനുകൂലിച്ചുകൊണ്ട് ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അത് എനിക്ക് ഭാര്യയായിട്ട് തന്നെ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ വന്ന് കമൻസ് ഇടുന്നുണ്ട്. പിന്നെ എനിക്കൊരൊറ്റ കാര്യങ്ങളോട് പറയാനുള്ളൂ, നമുക്ക് എല്ലാവരും ഞാൻ എന്നും പറയുന്ന പോലെ നേരാക്കിയിട്ട് ഒരിക്കലും നമുക്ക് ജീവിക്കാനാവൂല കേട്ടോ. എല്ലാവരും മുഖവും നല്ലതാക്കിയിട്ട് നമുക്ക് ജീവിക്കാനാവൂല. ആവുമോ? ഒരിക്കലും ആവൂല. ഒരാളെ ഇങ്ങനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പോവുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത പാടാണ്. അപ്പോൾ പറയുന്നവരെന്തോ പറഞ്ഞോട്ടെ, നമ്മൾ നേരായ മാർഗത്തിലൂടെ പോവുക എന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഈ വക കമൻസിനൊക്കെ ഒരു റീപ്ലൈ തരണം എന്നുള്ളതുണ്ട്. എൻ്റെ മാന്യത കൊണ്ടാണ് ഞാൻ പേരിവിടെ മെൻഷൻ ചെയ്യാത്തത് കേട്ടോ. നിങ്ങൾ ഇനി ഒരിക്കലും കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ മറ്റത് ഇതെന്നൊന്നും പറഞ്ഞിട്ട് വരരുത്, ഇതെൻ്റെ റിക്വസ്റ്റാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ ഞാൻ വീഡിയോസ് ഇടും. അത് നിങ്ങൾ ഓരോരുത്തരും ഇഷ്ടമല്ലേ. നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് കൊണ്ട് വന്നാൽ നമുക്ക് ഇടാണ്ടിരിക്കാൻ നിർവാഹമില്ല. കാരണം ഞാനിപ്പോൾ ഇതിൽ സജീവമായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ 1-2 വർഷമായി ഇപ്പോൾ ഈ യൂട്യൂബിൽ. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ എന്നെ നിരന്തരം കാണുന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ ഒന്നുമില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന പോലെ ഞാനിപ്പോൾ സ്ത്രീകൾക്ക് അനുകൂലിച്ചിട്ട് ഓരോ വീഡിയോ ഇറക്കുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിലുള്ളതാണോ, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും വേർപിരിഞ്ഞോ, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നോട് പറയുന്ന വേർപിരിഞ്ഞിട്ടില്ലെങ്കിൽ ഡിവോഴ്സ് ആയിക്കൂടെ, എന്നിട്ട് ആരിഫിനെ കെട്ടിക്കൂടെ എന്നൊക്കെ പറയുന്നത് എന്ത് പോക്രിത്തരാണ് ഇതെല്ലാം പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ കണ്ട കമൻസൊക്കെ ഒഴിവാക്കുക. നല്ല കുടുംബജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, മതി. ഓരോരുത്തരെ ഓരോ സംസ്കാരമല്ലേ കാണിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എൻ്റെ അഭിപ്രായം, എൻ്റെ എന്താ പറയുക, എൻ്റെ കാര്യം ഞാനും നിങ്ങളടുത്ത് പറയണം എന്നുള്ളത് എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വിഷയമായിട്ടുള്ള പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.